കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ ജാതകദോഷം കാരണം ഭവാനി കഷ്ടപ്പെടാൻ പാടില്ല. ഞാനുമായിട്ടുള്ള കല്യാണം നടന്നാൽ അവളുടെ ജീവിതം സ്പോയിലായി പോവും. അവളെപ്പോഴും സന്തോഷമായിരിക്കണമെങ്കിൽ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല. ഈ കല്യാണം നടക്കാതിരിക്കണമെങ്കിൽ ഞാനിവിടെ ഉണ്ടാവാൻ പാടില്ല. എന്നോട് ക്ഷമിക്കാമേ. പറഞ്ഞ എനിക്ക് ജീവൻ അർജുൻ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞാലും ഞാൻ ജീവനോടുണ്ടാവുന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷെ നീ വിഷമിച്ച് ജീവിക്കുന്നത് കാണാനും എന്നെ കൊണ്ടാവില്ല ഭവാനി. നിനക്ക് നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഒന്നാവാൻ പാടില്ല. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു കാലത്ത് നീ ക്ഷമിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വേണ്ടത് നിന്റെ നല്ലൊരു ജീവിതമാണ്. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മധുരം കിനിയും
ഭവാനി നന്നായിരിക്കണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആശീർവാദം ഫലിക്കാതെ പോകും. അതുകൊണ്ട് മാത്രം ഭവാനിയെ വിട്ട് ഞാൻ ദൂരേക്ക് പോകുന്നത്. എന്റെ ജാതകത്തിലെ ദോഷം അറിഞ്ഞു വെച്ചിട്ടും നമ്മുടെ കല്യാണം നടന്ന അത് ഭവാനിയുടെ ജീവിതത്തെ ബാധിക്കും. ഞാൻ കെട്ടുന്ന താലി കൊണ്ട് അവൾക്കൊരിക്കലും ദീർഘസുമംഗലിയായിരിക്കാൻ പറ്റില്ല. അതൊരിക്കലും നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ ഇല്ലെങ്കിൽ ഭവാനിക്ക് അത് വിഷമാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൾ എന്നെ മറന്നോളും. പിന്നെ വേറൊരാളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചോളും. അതിനുവേണ്ടിയാ എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ പോകാൻ പോകുന്നത്. ഞാൻ എടുത്ത ഈ തീരുമാനം തെറ്റാണെങ്കിൽ എന്നോട് അവിടുന്ന് ദയവായി ക്ഷമിക്കണം. ഭവാനിക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും കഷ്ടപ്പാടും ഉണ്ടാവാതെ അങ്ങ് തന്നെ കാത്തോളണം. നിൽക്ക. ഇങ്ങോട്ട് വാ. നീ ജീവന് തുല്യം സ്നേഹിച്ച പെണ്ണിനെ വിട്ടിട്ട് പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഞാൻ പോകുന്നത് അവളുടെ ഭാവിയെ ഓർത്തു മാത്രമാണ്. ആർക്ക് എന്തൊക്കെ ചെയ്യണം, എപ്പോ ചെയ്യണം എന്നുള്ളത് ആ മഹാദേവന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ന്യായത്തെയും അന്യായത്തെയും കുറിച്ച് സംസാരിക്കാൻ നീ ആര്? നീ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ നീയും ആ കുട്ടിയുമായുള്ള വിവാഹം നടക്കൂ എന്ന് ചിന്തിക്കുന്നത് നിന്റെ തോന്നലാണ്, നിന്റെ മണ്ടത്തരമാണ്. ഗുരുജി, എന്റെ ജാതകവശാൽ ഞാൻ അവളെ കല്യാണം കഴിക്കുവാണെങ്കിൽ എന്താകുമെന്നാ? കല്യാണം കഴിഞ്ഞ 3-ാമത്തെ ദിവസം ഞാൻ മരിച്ചു പോകും. എന്നുവെച്ചാ മരണത്തെ ഭയന്ന നീ ഒളിച്ചോടുകയാണല്ലേ? മരണത്തെ പേടിച്ചല്ല പോകുന്നത്. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ അവൾ വിധവയായി മാറുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജനനവും മരണവും ഒക്കെ തീരുമാനിക്കുന്നത് മുകളിലിരിക്കുന്ന ആളാ. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നീ ആരാടാ? പക്ഷേ എന്റെ ജാതകത്തില് ജനിച്ച എല്ലാവരും ഒരു നാൾ മരിച്ചേ പറ്റും. ജനന മരണം മാത്രമല്ലാതെ ജീവിതത്തിലെ ബന്ധങ്ങൾക്കും വിലയുണ്ടെന്നത് നിനക്ക് അറിയാത്ത കാര്യമാണോ? ആ ബന്ധത്തിന് വേണ്ടിയല്ലേ നീ ഈ നാട്ടിലേക്ക് വന്നത്? ആ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും കഷ്ടപ്പെട്ടത്? നിങ്ങൾ രണ്ടുപേരുടെ ബന്ധം മറ്റുള്ള പ്രണയിതാക്കളുടേത് പോലെയുള്ള ബന്ധമല്ല. നിങ്ങളുടേത് കഴിഞ്ഞ ജന്മത്തിലെ തുടങ്ങിയ ബന്ധമാണ്. നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട പെണ്ണിനെ തന്നെയാണ് നിങ്ങൾ നേരിട്ട് കണ്ടത്. നിങ്ങൾക്ക് അവളെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും അവള് നിങ്ങളോടൊന്ന് സംസാരിച്ചു. നിങ്ങൾ രണ്ടുപേർക്കിടയിൽ എന്തോ ഒരു റിലേഷൻ 100% ഇറ്റ്സ് ട്രൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ്. ആ കാര്യം നിനക്ക് ഓർമ്മയില്ലേ?
ഈ ക്ഷേത്രത്തിനും ഭവാനിക്കും നിനക്കും തമ്മിൽ ബലമായൊരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. ആ ബന്ധം മുറിച്ച് പുറത്തേക്ക് പോകുന്നത് നിന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത അങ്ങ് ദേവി ഇതിനോട് ക്ഷമിക്കണം. അവസ്ഥ അതായതുകൊണ്ടാ. നിനക്ക് എന്നെക്കാളും നിന്റെ ജാതകത്തിലാണ് നിനക്ക് വിശ്വാസമല്ലേ? ജാതകപ്രകാരം എന്നെ കല്യാണം കഴിച്ച നീ മരിച്ചു പോകുന്നാണ്. നമ്മുടെ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞതല്ലേ? അതിനർത്ഥം നിന്റെ ജാതകത്തെക്കാളും ഞാൻ മരിക്കുമെന്ന് പറഞ്ഞതിന് ഒരു വിലയില്ലല്ലേ? പറയാ അർജുൻ. അങ്ങനല്ല ഭവാനി, ഞാൻ കാരണം നിനക്ക് യാതൊരു ദോഷവും വരാൻ പാടില്ലെന്ന് ഓർത്തിട്ടാ. നീയില്ലാതെ എനിക്ക് സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമെന്ന് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ തോന്നി? നീയില്ലാതെ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് നിന്റെ മനസ്സിലെ തൊട്ട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ അർജുൻ? അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാം. എന്റെ ഏട്ടൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ഞാൻ ഭയപ്പെട്ടപ്പോഴും എന്റെ അച്ഛൻ മരിച്ചു പോവോ എന്നുള്ള വിഷമത്തിൽ ഇരുന്നപ്പോഴും ശരി, ഞാൻ ധൈര്യമായിട്ടായിരുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയോ അർജുൻ? ആ ധൈര്യം തന്നത് നീയാണ് അർജുൻ. നീ എനിക്ക് തന്ന ധൈര്യം നീ തന്നെ എടുത്തോണ്ട് പോയെന്ന് വിചാരിച്ചോ? അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ അർജുൻ? ഞാൻ ഈ നാഗദൈവങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഈ ദൈവങ്ങള് നമ്മളെ ഒരിക്കലും ചതിക്കില്ല അർജുൻ. ഈ നാഗദൈവങ്ങള് നമുക്ക് കൂട്ടിനുള്ളപ്പോ നിനക്കൊന്നും പറ്റില്ല അർജുൻ. അതാണ് യാഥാർത്ഥ്യം. അമ്മേ നാഗദേവതേ, എന്റെ ഏട്ടൻ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഏട്ടത്തിക്ക് പൊട്ടുവെക്കാൻ വേണ്ടി നീ പ്രത്യക്ഷപ്പെട്ടു. എന്റെ ഏട്ടത്തിക്ക് പൊട്ടുവെച്ചു കൊടുത്തതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജാതകത്തിലെ പൊട്ടുവെച്ച് അനുഗ്രഹിച്ചു.
ഞങ്ങളുടെ വിവാഹം നടന്നാൽ എന്റെ അർജുന് ഒരാപത്തും പറ്റില്ല എന്ന് ഒരു തവണ കൂടി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാമേ. ഞാൻ അമ്മയിൽ അർപ്പിച്ച വിശ്വാസം സത്യമാണെന്ന് തെളിയിച്ച് കാണിക്കമ്മേ. ഞങ്ങളുടെ മേൽ കരുണ കാണിക്കൂ അമ്മേ. അർജുൻ, നമ്മുടെ പ്രേമം വിവാഹബന്ധമായി മാറ്റാൻ വേണ്ടി നാഗദേവത നമുക്ക് ആശീർവാദം തന്നിരിക്കുകയാണ്. കണ്ടായിരുന്നോ അത്? ഇനി ഒരിക്കലും എന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല.